സോ ഗൈസ് വെൽക്കം ബാക്ക് AR ആകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു പയ്യെ കമൻറ്റ് ഇട്ടൊക്കെയാണ്, ചേട്ടാ ഇതൊക്കെ തെറ്റാണ്, ജിൻഡോയ്ക്ക് 12 ലക്ഷം വോട്ട് കഴിഞ്ഞെന്ന്. ഇടാ മോനെ, കഴിഞ്ഞ വർഷം എന്തിനാണെന്ന് ഒരാൾക്ക് 50 വോട്ടൊക്കെ ഇടാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ. ഇപ്പോൾ വോട്ടിംഗ് ക്ലോസിങ്ങാണ്, വോട്ട് ഇടാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഈ കയറി നോക്കിയോ, ഗോഡ്സെല്ലൊന്നും വോട്ടിടാൻ പറ്റില്ല. എന്നിട്ട് 12 ലക്ഷം ഒന്നും ഇടേ, ഈ ലക്ഷത്തിനൊന്നും വിലയില്ല ഇടേ, നീയൊക്കെ പറഞ്ഞിറക്കാൻ. എന്തായാലും ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലിനടിച്ച് പൊട്ടിക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്പോട്ടിൽ അൺസബ്സ്ക്രൈബ് ചെയ്യണം. ചീത്ത വിളിക്കരുത്. കൊച്ചു പിള്ളേർ കാണുന്ന വീഡിയോസാണ്. എൻ്റെ ഗ്രാഫ് നോക്കി 18-ന് 24 വയസ്സിനാണ് 80% പിള്ളേരും കാണുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചീത്ത വിളിക്കരുത്. കൂടാതെ തന്നെ നിങ്ങൾ ആർക്കാണ് BB ഹൗസിൽ വോട്ടിട്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ വിലയേറിയ വോട്ടുകൾക്കും വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കൂടാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നീട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അപ്സര 1 ലക്ഷം, ജാസ്മിൻ 2 ലക്ഷം, ജിൻഡോ 3 ലക്ഷം, ഇത് 1 മിനിറ്റ് തീർക്കാവുന്ന വീഡിയോ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കിടന്ന് വാദോരാതെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇത്രയും ദിവസം നിന്നത് എന്തിനാണ്, ഇത്രയും ഗെയിം കളിച്ചത് എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മൈൻഡിൽ ചിന്തിക്കാം, ശരിയാണ് പറഞ്ഞതിൽ കാര്യമുണ്ട്, അടുത്ത് ഓട്ടിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഈ ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ നിങ്ങൾ അടുത്ത് ഇങ്ങനെ വോട്ടിടുക, ശരി. ഞാൻ അതാണ് അവരെ പോലെ ചെയ്ത് ഞാൻ എപ്പോഴും വ്യത്യസ്തമായി ചിന്തിച്ചത്. കാര്യം ഈ ലക്ഷം, അവർ ലക്ഷം, ഈ ലക്ഷം എന്ന് പറയണ കാട്ടി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അവരെക്കുറിച്ച് 1 മിനിറ്റിൽ സംസാരിക്കുമ്പം നിങ്ങൾക്കൊരു ഗ്രാഹി കിട്ടും. അടുത്ത് വോട്ടിടുമ്പോഴത്തേക്കും ഒരു പുണ്ണാക്ക് ചെയ്യണതുമില്ല, നമ്മളെന്തിനും അവന് ലക്ഷക്കണക്കിന് വോട്ട് ഇടുന്നത് നിങ്ങൾ ചിന്തിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ചെറിയൊരു പാരഗ്രാഫ് പോലെ പറഞ്ഞു പോകുന്നത്. അല്ലാതെ എനിക്ക് വേണമെങ്കിലും എല്ലാവരും പറയാൻ പോലെ തന്നെ 1 മിനിറ്റിനുള്ളിൽ തീരാവുന്നുള്ളൂ. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് വോട്ടിടുമ്പം ആ ഒരു ചിന്ത വരില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ചിന്തയ്ക്ക് വേണ്ടി ഇടുന്നത്. പിന്നെ നിങ്ങൾ 1x 2x 3x 4x എത്ര എക്സിൽ കണ്ടാലും ഒരു കുഴപ്പമില്ല. സോ ഗേസ്, ഞാൻ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ ആളുകൾ പുറത്തായിട്ടുണ്ട്. സോ ഗേസ്, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വോട്ടിടാൻ പറ്റില്ല, നിങ്ങൾക്ക് കയറി നോക്കി മനസ്സിലാവും. എന്നിട്ടല്ലേ അവനൊക്കെ പറയാം 10 ലക്ഷം, 12 ലക്ഷം, 12, 13, 14 ലക്ഷം ഒക്കെ എന്തിനാ എൻ്റെ പൊന്നടെ വേ. സോ ഗേസ്, ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൽ ആര് നിൽക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ടോപ്പ് 5 ആരൊക്കെ വരുമെന്ന് ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യും. സോ എന്തായാലും നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടത് മസ്റ്റ് കമൻറ്റാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത് മൊത്തവും ഈ ജിൻഡോ ജാസ്മിൻ, പിന്നെ ആരാ, അഭിഷേക്, അങ്ങനെ അർജു, ശ്രീതു, അവരൊക്കെയാണ് ഒരുപാട് വന്നിട്ടുള്ളത്. സോ ഗൈസ്, എന്തായാലും അവർ തന്നെ ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ നമ്മുടെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. കൂടാതെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിനടിച്ച് പൊട്ടിടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ ആരെ കാണിക്കുമായിരിക്കും. കാര്യം എൻ്റെ എല്ലാ വോയിസും നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും. ഞാൻ എല്ലാ വോയിസിലും ഫസ്റ്റ് ഇൻട്രോ മാറ്റി എല്ലാം പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ എന്നെ ഒരുപാട് പേര് സമീപിച്ചിട്ടുണ്ട്, പൈസ തരാം, ഇവരെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുമോ. ഞാൻ പറഞ്ഞ് വെള്ളക്കൊടി മാത്രം കാണിക്കുന്ന ഒരു സമാധാനത്തിൻ്റെ ചാനലാണ് ഞാൻ ഇന്നേ വരെ ആരെയൊന്നും പൈസ മേടിക്കാറില്ല, പൈസ വേണ്ടേന്ന് തന്നെ. എന്നിട്ട് ഞാൻ കണ്ണിറക്കിയിട്ട് ഞാൻ പറയും, പയ്യ അയച്ചു തന്നോ ഗൂഗിൾ പേ നമ്പർ തരാം. സോ ഗൈസ്, അങ്ങനെയാണ് ഞാൻ അങ്ങനെ ആരെയും നമ്പർ പൈസ ഒന്നും മേടിക്കാറില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വേറെ ആരുമല്ല, രണ്ടാം സ്ഥാനമാണ് ജാസുമോൾ. എടാ, ഈ ജാസ്മിന് 7,34,234 വോട്ടുണ്ട്. കുറേ പേരിട്ട് ചോദിക്കുകയാണ് ഇതെങ്ങനെ ഇത്ര വോട്ടാണ്. എടാ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ എന്ന വ്യക്തി ഈ 74 ദിവസമായിട്ടും എല്ലാ കണ്ടൻറ്റും കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരി. ഇമോഷണലി അല്ല, എല്ലാ കണ്ടൻറ്റും കൊടുക്കുന്നുണ്ട്. ആ കണ്ടൻറ്റിൽ ഇപ്പം ഈ മൂക്കട്ട എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പം നിങ്ങൾ പലരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിന് ജാസ്മിനെ കപ്പ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്, ഈ ഹൈജീൻ്റെ പ്രശ്നം വന്നപ്പം വേണമെങ്കിൽ ബിഗ് ബോസിന് അത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയില്ല, അത് ജനങ്ങളെ കാണിച്ചില്ലേ. എത്രയോ പ്രാവശ്യം ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞ്. അപ്പം നിങ്ങളത് ചിന്തിക്കണം. ഇതിവിടെ ആരെ ഫേവറിസം കാണിക്കുന്നില്ല, അവരവരെ ഗെയിം കളിക്കുന്നു, അത് നമുക്ക് പബ്ലിസിറ്റിയിൽ കാണിക്കുന്നു, നമ്മളാണ് അവർക്ക് വോട്ടിടേണ്ടത്. കാര്യം ജാസ്മിൻ അത്രത്തോളം ഫാൻസ് ഉണ്ട്. കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, ജാസ്മിൻ ഇല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ ഒന്നുമില്ല. കാര്യം അത്രയും കണ്ടൻറ്റ് ക്രിയേറ്റർ തന്നെ ജാസ്മിനാണ്. ജാസ്മിൻ്റെ അടുത്ത് ജിൻഡോ 2 ആഴ്ചയായിട്ട് സംസാരിക്കുന്നില്ല. ജിൻഡോയുടെ കണ്ടൻറ്റ് എവിടെ? 2 ആഴ്ചയായിട്ട് ജാസ്മിനും ജിൻഡോയും തമ്മിൽ വഴക്കില്ല. ജിൻഡോയുടെ കണ്ടൻറ്റ് എവിടെ? പക്ഷേ ജാസ്മിൻ ഇപ്പോഴും കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞത് അതാണ്. പക്ഷേ ജാസ്മിനെ നിങ്ങളെല്ലാവരും കൂടെ ക്രൂശിക്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരി ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ചില ഗെയിമുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു റോബോട്ട് അതിൽ ജാസ്മിനെ തള്ളി മാറ്റിയിട്ട് ജാസ്മിൻ നിറകണ്ണുകളോടെ വന്നിരിക്കും. ആ പുള്ളിക്കാരി എപ്പോഴും ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ്റെ മൈൻഡ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഗെയിമിൽ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റലി ഡൗൺ ആയാൽ പോലും ഏത് ഗെയിം മുതൽ പുള്ളിക്കാരി ചാടി എണീച്ച് പോകും. ആ ബിഗ് ബോസ് ഹൗസിൽ ആകെ ഒരു കണ്ട വ്യക്തി ഞാൻ ജാസ്മിനാണ്. ചിലരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഏരിയക്കകത്തേ പോവില്ല. സോ ഗൈസ്, ഇന്നലെ ഫൈറ്റ് ഉണ്ടായപ്പോൾ അഭിഷേക് പറയണം,
എനിക്ക് ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമില്ല. വാഴയുടെ മൂട്ടിൽ ആര് കാണും? ഇത് നമ്മളെ ജിൻഡു നീ ആ വാഴയുടെ മൂട്ടിൽ പോയിട്ട് മറ്റേ എന്താ അവൻ്റെ പേരെന്തൊന്നും അയ്യോ ഒരു പേരും മറന്നുമില്ല. ഗബ്രി മണിയെ കാണും. നീ ആ ഗബ്രി മണിയുടെ അടുത്ത് പോയി സംസാരിക്കും. ഗബ്രി എന്ന് പറഞ്ഞ് ജാസ്മിൻ നീ ഗബ്രിയുടെ അടുത്ത് നീ പറഞ്ഞതൊക്കെ ശരിയാണോ? മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പം മെൻ്റലി ഒരാൾ ഡൗൺ ആവും. പക്ഷേ ഇന്നലെയും ജാസ്മിൻ ഡൗൺ ആയിട്ടില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പുറത്ത് പോയ ഒരാൾ നമ്മൾ കാരണമാണല്ലോ പുറത്ത് പോയത്, നമുക്കൊരു കുറ്റബോധം വന്ന് നമ്മൾ ഡൗൺ ആവാൻ വേണ്ടിയായിരിക്കും. എനിക്ക് തോന്നുന്നു ആ ഗെയിം ആയിരിക്കും കളിച്ചതെന്നാണ് തോന്നുന്നത്. സോ ഗേസ്, നിങ്ങൾ ജാസ്മിൻ വോട്ടുണ്ടെങ്കിൽ വോട്ട് ജാസ്മിൻ എന്ന് പറയുക. സോ നെക്സ്റ്റ് വന്നിട്ടുണ്ട് 5 ലക്ഷമാണ്, മുടിയനാണ്, 6ാം സ്ഥാനമാണ്. ഇന്നലെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടിക്കറ്റ് ഫിനാലിൽ ബോണസ് പോയിൻ്റാണ്. അതിൽ എല്ലാവരും വന്നിരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു സൗമ്യമായ ഭാഷയിലാണ് ഇരുന്നത്. കാര്യം നമ്മളെല്ലാവരും ഒരുമിച്ച് കളിച്ച ഗെയിമാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവരും കളിക്കുമ്പോഴത്തേക്ക് പരസ്പരം ഒരു ധാരണ വേണം. ഈ പുള്ളിക്കാരനെന്ന് വെച്ചാൽ ഒരു ധാരണയില്ല. ഇവൻ തന്നെ 100ൽ 101 വട്ടം പറയും ഫ്രണ്ട്ഷിപ്പാണ്, തേങ്ങയാണ്, ഫ്രണ്ട്ഷിപ്പാണ്. എന്നിട്ട് ഇവൻ തന്നെ പറഞ്ഞു ഫസ്റ്റ് ഇവനും അർജുനായിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇത്. പിന്നെ അർജുൻ എന്തോ ഒരു ഇതിൽ വന്നപ്പോൾ പോയതാണ്. അപ്പോഴത്തേക്ക് ഇന്നലെ ഇവരെല്ലാവരും ഇരുന്നപ്പോഴത്തേക്ക് ഇതിൽ ഒരാളൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം വലിയൊരു വാക്ക് തർക്കത്തിൽ ഇവർ ഏർപ്പെടാതെ ഇവർ പറഞ്ഞ് ആദ്യം തന്നെ ജാസ്മിൻ പറഞ്ഞു ഞാൻ ബാക്കിലോട്ട് പോകാം, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എൻ്റെ വോട്ട് ആർക്കാ? മുടിയന്. അപ്പോഴത്തേക്കും അർജുൻ പറഞ്ഞു എൻ്റെ വോട്ടും മുടിയനാണ്. അപ്പോൾ അഭിഷേക് പറഞ്ഞു എൻ്റെ വോട്ടും മുടിയനാണ്. അപ്പം അങ്ങനെ ടിക്കറ്റ് ഫിനാലേക്ക് ഡയറക്റ്റായിട്ട് കയറിയത് മുടിയനാണ്. പക്ഷേ അപ്പോഴും പോലും മെജോറിറ്റി നോക്കിയപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഒരേ ഒരു വ്യക്തിയാണ്, അഭിഷേകാണ് പറഞ്ഞത്. അഭിഷേകല്ല, അർജുനാണ് പറഞ്ഞത് എനിക്ക് പേടിയുണ്ട്, എനിക്ക് ചിലപ്പം വരാൻ പറ്റുമെന്ന് തോന്നണില്ല, ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം ഇവരാരും പറഞ്ഞിട്ടില്ല. എന്നാൽ ജാസ്മിൻ പറഞ്ഞു എന്നാൽ ഓക്കെ ഞാനിടാം. പക്ഷേ അപ്പോഴും ഋഷി മാത്രമാണ് എതിർത്ത് നിന്നത്, അഭിഷേക് എതിർത്ത് നിന്ന്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഋഷി വല്ല പറഞ്ഞു അപ്പോൾ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. ഋഷി തന്നെ പറഞ്ഞ് ഞാൻ ടോപ്പ് 5 വരുമെന്ന്. അപ്പം അർജുന് ചെറിയ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ അതാണ് ചോദിച്ചത് എനിക്ക് തരുമോ എന്ന്. അപ്പം പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല, അത് നമ്മൾ എത്ര കളിച്ചതല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആൾ പറയുന്നതാണ്. എങ്കിലിപ്പം വേണമെങ്കിൽ തന്നെ ഇപ്പം അർജുന് വേണമെങ്കിൽ വേറൊരാളെ പറയാമായിരുന്നു. ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അർജുന് വേണമെങ്കിൽ വേറൊരാളെ മാറ്റി പറയാമായിരുന്നു. അഭിഷേകിനെ പറയാമായിരുന്നു. പക്ഷെ അഭിഷേകിനെ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അർജുൻ ഇപ്പോഴും നമ്മളെ മുടിയനെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് മുടിയൻ കേടാന്ന് കരഞ്ഞ് മെഴുവി. സോ ഗൈസ്, മുടിയൻ ഫാൻസ് ലൈക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മുടിയനാണ് വോട്ട് ചെയ്തെങ്കിൽ വോട്ട് ഇടുക. പിന്നെ ഇനി മുടിയന് ഒരുപാട് കുറച്ചുകൂടെ ഒരു ഇത് വന്നിട്ടുണ്ട്. കാര്യം ടോപ്പ് 5 ഇനി വേണമെങ്കിൽ ഗെയിം കളിക്കാം, ഇല്ലെങ്കിൽ അലസത പോലെ നടക്കാം. അതിൻ്റെ അകത്ത് വലിയ ഗെയിമോ കാര്യങ്ങളൊന്നും മുടിയൻ കളിക്കുന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത്ര ദിവസത്തിൽ ആകെ 2 പൊട്ടിത്തെറി എന്തൊരു നടന്നിട്ടുള്ളൂ. പിന്നെ എപ്പോൾ നോക്കിയാലും ഇവർ പരസ്പരം ഗെയിമുകളല്ല കളിക്കുന്നത്. ഇവർ എപ്പോഴും ഒരു റൂമിൽ ചെന്നിരിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്. ജാസ്മിൻ കുറ്റിയത് നന്മമരമായിട്ടെന്ന് എന്തൊക്കെയാണ് ഇവന്മാർ വിളിച്ച് പറയണം. ആരും കേൾക്കാൻ പറയില്ല. എല്ലാം അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പറയുക. ഒരു വഴക്കോ കാര്യങ്ങളോ അങ്ങനെയല്ല പറയുന്നത്. ഇത് മറ്റേ നിൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് പോയി പറയട്ടെ എന്ന് പറഞ്ഞുള്ളൊരു ഇതാണ്. ആ ഒരു പാറ്റേണാണ്. പിന്നെ മുടിയനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ മുടിയൻ ഫിസിക്കൽ ഗെയിമൊക്കെ ഓൾമോസ്റ്റ് ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ മെൻ്റലി മുടിയൻ നല്ല ഡൗൺ ആണ്. ഇന്നലെ ഇത് കിട്ടിയിട്ട് മുടിയൻ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. കൂടാതെ മുടിയൻ ഫാൻസ് എല്ലാവരും ലൈക്ക് ചെയ്യുക. മുടിയനെ 6ാം സ്ഥാനത്താണ്. മുടിയൻ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുടിയനെ ഈ ആഴ്ച പുറത്താവാനുള്ള ചാൻസ് കൂടുതലാണ്. മുടിയനെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വോട്ടിടുക. മുടിയൻ ഫാൻസ് എല്ലാവരും വന്നിട്ടാണ്. ഞാൻ ആരെയും ബൂസ്റ്റ് ചെയ്ത് താത്ത പറയണമല്ല. മുടിയൻ്റെ ആദ്യത്തെ ദിവസം തൊട്ട് ഈ ദിവസം വരെ എടുത്താലും വിരലിലെണ്ണാവുന്ന ഫൈറ്റിംഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വിരലിലെണ്ണാവുന്ന ഫൈറ്റിംഗ്. അതിൽ യാതോ ഒന്നിൽ കിടന്ന് കരഞ്ഞ് ശ്വാസം മുടിയെ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. അല്ലാതെ തൻ്റെ നിലപാടുകളൊന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും അപ്സൈഡ് അടുത്തൊക്കെയാണ് കയറി കിടക്കുന്നത്. നിങ്ങൾ മുടിയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ ഒരു സ്ട്രോങ് നല്ലൊരു പ്ലെയർ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ മുടി അങ്ങ് കയറും. ഫോർ എക്സാമ്പിൾ സിബിന് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സിബിനെ കൂട്ടുപിടിച്ച്. ഇപ്പോൾ അഭിഷേക് കളിച്ചപ്പോഴത്തേക്കും ഇന്നലത്തെ ഒരു അഭിഷേകിൻ്റെ ഫൈറ്റിൽ അഭിഷേകിനെ എല്ലാവരും ക്രൂശിച്ചപ്പോഴത്തേക്കും മുടിയൻ എണീച്ച് പറയണം അവൻ്റെ ഗെയിം എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്തിനാണ്? അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുടിയൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേവർസം കാണിക്കണം. നല്ലപോലെ ഗെയിം കളിക്കുന്നതിൻ്റെ കൂടെ എപ്പോഴും മുടിയൻ ചാഞ്ഞിരിക്കും. കാര്യം തനിക്കൊന്നും പറ്റരുത്. അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തനിക്കും കയറി പോകാം. തന്നെ ഒന്നും പറയില്ലല്ലോ. ആ ഒരു പാറ്റേൺ പിടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തതാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താം. ഇപ്പോൾ ഞാൻ പറഞ്ഞതല്ല ഫീൽ ചെയ്തില്ലെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, നോ പ്രോബ്ലം. കൂടാതെ ഞാൻ പറയുന്നില്ല. കൂടാതെ മുടിയൻ നല്ലൊരു പ്ലെയറാണ്. കാര്യം ഇതും ഒരു ഗെയിമാണ്. ഇപ്പം ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവർക്ക് അതിൻ്റേത് ഗെയിം കളിക്കാം. ഇപ്പം മുടിയൻ ചിലപ്പോൾ അവൻ്റെ ഫേവർ ചെയ്യണമെങ്കിൽ അത് മുടിയൻ്റെ ഗെയിം, അത് മുടിയൻ്റെ മൈൻഡ് ഗെയിം. അതാണ് നമുക്കവിടെ വേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അയ്യോ അതെന്തൊരു അലുമ്പിടെ, അങ്ങനെയല്ല, അത് മുടിയൻ്റെ ഗെയിമാണ്. സോ ഗൈസ്, മുടിയൻ നിങ്ങൾ വോട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും. മുടിയൻ ഫാൻസ് കമൻറ്റ് ഇടുക. 5ാം സ്ഥാനമാണ് അർജുനാണ്. ഇന്നലെ അർജുന് ടിക്കറ്റ് ഫിനാലിലേക്ക് 4 പേര് ഇരുന്നപ്പോൾ അർജുൻ പറഞ്ഞു
ഞാൻ ടോപ്പ് 5 വരാൻ ചാൻസ് ഇല്ല, ഞാൻ പോകാൻ ചാൻസ് ഉണ്ട്. സോ അർജുൻ ഇപ്പോഴും ടോപ്പ് 5 അകത്താണ് നിൽക്കുന്നത്. 5,30,333 വോട്ടാണ് അർജുൻ വോട്ട് ചെയ്തെങ്കിൽ വോട്ടെന്ന് കമൻറ്റ് ഇടുക. കൂടാതെ തന്നെ അർജുൻ ഇപ്പോഴും നല്ലൊരു ടെൻഷനുണ്ട്. അർജുൻ ടോപ്പ് 5 വരില്ല, ഡേഞ്ചർ സോണിലാണ്, ഞാൻ പോകും, എനിക്ക് ടിക്കറ്റ് ഫിനാലിൽ തരുമോ എന്ന് ആദ്യം ചോദിച്ചൊരു വ്യക്തി അർജുനായിരുന്നു. പക്ഷേ അവിടെ ആരും ഇത് ചെവി കൊടുത്തില്ല. കൂടാതെ തന്നെ അർജുൻ കളം മാറുമെന്നൊക്കെയാണ് ഉറ്റ സുഹൃത്തായ മുടിയൻ പറഞ്ഞത്. പക്ഷേ എന്നിട്ട് മുടിയന് വോട്ട് അർജുൻ കൊടുത്തിട്ടുമുണ്ട്. കൂടാതെ തന്നെ അർജുൻ ഫാൻസ് എല്ലാവരും ലൈക്ക് ചെയ്യേണ്ടതാണ്, കമൻറ്റ് ചെയ്യണം. അർജുനെ ഇനിയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അർജുനൊരു പേടിയുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം നമ്മൾ കഴിഞ്ഞ സീസണിൽ നിങ്ങൾ മനസ്സിലാവും, റോബിൻ്റെ സീസണിൽ മറ്റേ ഒരു പുള്ളിക്കാരുടെ ജിമ്മ് ഒരുത്തുണ്ട്, അറിയാമോ? ഏഷ്യനിലൊക്കെ ഉള്ള ആ പുള്ളിക്കാരുടെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞില്ല. ഇങ്ങനെ ഇതുപോലെ ഒരാളെ നേരെ നോമിനേഷനിൽ വിടുമ്പോൾ ഇങ്ങനെ പറയണം, എന്നെ വിടല്ലേ. റോൺസൺ കിടന്ന് കരഞ്ഞെന്ന് മെഴുകി ഓർമ്മ ഉണ്ടാ, എന്നെ വിടല്ലേ, എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാണ്, ഞാൻ നിങ്ങളൊക്കെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ് ദിൽഷയുടെയൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ദിൽഷയുടെ കാല് പിടിക്കുക, അത് നിങ്ങളെ കാല് പിടിക്കാം, എന്നെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോകും എന്ന് പറഞ്ഞ് കരയുന്നൊരു വീഡിയോ ഉണ്ട്. ആ ഒരു ചെറിയൊരു സെൻറ്റിമെൻ്റൽ വീഡിയോ അർജുൻ ഇന്നലെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന് തന്നെ വിശ്വാസമില്ല. അർജുൻ പറയുകയാണ് ഞാൻ ടോപ്പ് 5 വരില്ല, ഞാൻ പോകും. എങ്കിൽ നമ്മളൊരു ഗെയിം കളിക്കണം. അർജുൻ എപ്പോൾ നോക്കിയാലും ഒരു സൈഡിൽ ഇരുന്നിട്ട് ശ്രീധുവിനോട് സംസാരം ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ട് സംസാരിച്ചത് ഒന്ന് ശബ്ദം ഉയർത്തിയതായി ജാസ്മിൻ്റെ അടുത്ത്, പിന്നീട് ഒന്നും മിണ്ടണമില്ല തീന്ന്. ഇതാണ് പ്രശ്നം. പിന്നെ എങ്ങനെയാണ് എൻ്റെ അകത്ത് നിൽക്കാൻ പറ്റി? അതുപോലെ ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ഉറങ്ങുക, അതിൻ്റെ അകത്തിരുന്നത് ഭയങ്കര ഉറക്കം, എന്തൊരു ഉറക്കൂടെ, അത് കണ്ട നമുക്ക് ഉറക്കം വരുന്നു, എല്ലാവരും ഉറങ്ങുക. സോ ഗൈസ്, ശ്രീജൻ അർജുൻ ഫാമിലി എല്ലാവരും വന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അർജുൻ നല്ലൊരു ഗെയിമറും കണ്ടൻറ്റ് ക്രിയേറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്രിയേറ്റർ അല്ലെങ്കിൽ പോലും നല്ലൊരു ഗെയിമറാണ്. കാര്യം പുള്ളിക്കാരൻ ഇപ്പോഴും അപ്പോഴും ഒരു ലവ് സ്ട്രാറ്റജി മൂവ് ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴേ പുറത്ത് പോകേണ്ടതാണ്. കാര്യം ഈ ലവ് സ്ട്രാറ്റജി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റീച്ചൊക്കെ ഉണ്ട്, എല്ലാത്തിനും 1 മില്യത്തിന് പുറത്തേക്കാണ് വ്യൂസൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെ കയറി കമൻറ്റ് ഇടും. പിന്നെ എല്ലാം കൊച്ചു പിള്ളേരും, എല്ലാം കൊച്ചു പെൺകുട്ടികളും, പിന്നെ വലിയ പെൺകുട്ടികളും എല്ലാം ഒരുപാട് ഫാൻ ഗേൾസ് ഉള്ളൊരു പയ്യനാണ് നമ്മൾ അർജുൻ. സോ ഗൈസ്, അർജുൻ ഇനിയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക. അർജുൻ നല്ല വീക്കാണ്. ഇപ്പം നിങ്ങൾക്ക് വോട്ടിടാൻ പറ്റില്ല, നിങ്ങൾ അതിൻ്റെ അകത്ത് കയറിയാൽ മനസ്സിലാവും. വോട്ടിംഗ് ക്ലോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് അർജുൻ നിൽക്കണമെങ്കിൽ വോട്ടിംഗ് ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. പക്ഷേ ഒപ്പം ക്ലോസ് ചെയ്തേക്കുകയാണ്. നിങ്ങൾ വോട്ടിടുക. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അർജുൻ ശ്രീജൻ ഫാമിലി എല്ലാവരും വരേണ്ടതാണ്. ഇനി അർജുനും ശ്രീധു ഒന്നിക്കോ ഇല്ല എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. ഇന്നലെയൊക്കെ അർജുനും ശ്രീധു ഒക്കെ ഒരുമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഗെയിം ആകുമ്പം ഇപ്പം അർജുൻ ചോദിച്ചില്ല എനിക്ക് തരുമോ, അത് ചിലപ്പോൾ അർജുൻ്റെ ഗെയിം ആയിരിക്കാം. അതാണ് നമ്മൾ ചിന്തിക്കണം, മനസ്സിലായില്ല? അപ്പോൾ അയ്യോ അർജുൻ അവിടെ കരഞ്ഞല്ലോ എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. അത് അർജുൻ്റെ ഗെയിം ആയിരിക്കും. അത് കിട്ടിയതിന് ശേഷം അർജുൻ ഓന്ത് നിറം മാറുമ്പോൾ ഇതെൻ്റെ ഗെയിം ഞാൻ ഇങ്ങനെ. ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞൊരു സീസണിൽ ഡോക്ടർ റോബിനുള്ള സമയത്ത് ഒരു പൊമ്മ കൊടുത്തതിന് ശേഷം ഫുഡ് കഴിക്കുന്നൊരു സീസണുണ്ട്. ആ പൊമ്മ കാണിച്ചതിന് ശേഷം റോബിൻ പറഞ്ഞു ഇനി ഞാൻ പൊമ്മ തരില്ല, കാര്യം ഇത് എൻ്റെ ഗെയിമാണ്. അതാണ് പറഞ്ഞത്. ഇതിപ്പോൾ അവരവരുടെ ഗെയിമുകളായിരിക്കും. നമുക്ക് മനസ്സിലായില്ല, നമ്മളൊരു ടി വിയിൽ നിന്ന് കാണാൻ നമ്മളായിരിക്കും അയ്യോ കഷ്ടം തന്നെയല്ലേ, അർജുൻ പോവോ. ചിലപ്പോൾ ഇത് അർജുൻ വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ആയിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ശെടാ മോനെ, അപ്സര നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. അപ്സര അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി അപ്സരയുടെ ഭർത്താവ് വെളിയിൽ കിടന്ന് വൻ ഗെയിം കളിയാണ്. ഒരു ചാനലിൻ്റെ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് എഴുതിയിടുകയാണ് അപ്സര ഭർത്താവ് തന്നെ അപ്സര എവിറ്റിടെന്നും പറഞ്ഞ് ഇടുന്നു. അടുത്തൊരു ചാനലിൽ പോയി ഇൻ്റർവ്യൂ എടുക്കുകയാണ്, അത് അഖിൽമാരാർക്കെതിരെയാണ്. അഖിൽമാരാർ ഇന്നലൊരു ഫോൺ കോൾ ഞാൻ കേട്ടായിരുന്നു. ഈടെ മോനെ, അഖിൽമാരാർ ചുരുളിക്കപ്പുറം, നിനക്ക് തങ്കനറിയാടാന്ന് ചോദിച്ചുകൊണ്ട് ചീത്തവിളി കണ്ണു കൂട്ടണ ചീത്തവിളി. പക്ഷേ അപ്സരയുടെ ഭർത്താവ് ഒരു മാന്യനായതുകൊണ്ട് തന്നെ ചീത്ത വിളിച്ചില്ല. താൻ ആരോടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊട്ടനാണോ അപ്സരയുടെ ഭർത്താവ്? എടാ ആദ്യമേ പറഞ്ഞില്ലേ ഞാൻ അഖിൽമാരാർ. എന്നിട്ട് ഈ പൊട്ടൻ ചോദിക്കും താൻ ആരോടോ, താൻ എൻ്റെ വീട്ടിൽ വാടോ. എന്നിട്ട് അഖിൽമാരെ ചോദിക്കും താൻ മേപ്പയുടെ എന്ന് പറയുന്നത് സൗകര്യമില്ല, എനിക്ക് സൗകര്യമില്ല, മേപ്പയ്ക്ക് സൗകര്യമില്ല. എടാ ഇവൻ പിന്നെ എൻ്റെ പൊന്നെ, ഇവന്മാരെ കോമഡി, ഇവന്മാർ രണ്ടുപേരും കിടന്ന് കാണിച്ചാണ് ചിരിച്ച് ചീത്തവിളിയും ബഹളവും. പക്ഷെ അപ്സരയുടെ ഭർത്താവ് പട്ടിയെന്നോ തെണ്ടിയെന്നോ പോലും വിളിച്ചില്ല. മാരാറിൻ്റെ തട്ട് ഒപ്പോ മാരാർ എന്തൊരു ചീത്ത വിളിയെന്നോ കണ്ണു കൂട്ടാൻ ചീത്ത വിളി അടത്തടത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് പുള്ളിക്കാരൻ വിളിച്ചിട്ടില്ല ചീത്ത. പിന്നെ അതുപോലെ അപ്സര ഭർത്താവ് വീട്ടിനകത്ത് വന്നപ്പോൾ എന്തൊക്കെയോ കാണിച്ചു വിട്ടിട്ടുണ്ട്, കടന്ന് ഓടുന്നത് എന്തൊക്കെയോ കാണിച്ച്, അതെന്നിട്ട് ഒന്നും വർക്കായതുമില്ല. വൻ ഫ്ലോപ്പായിപ്പോയി. സോ അങ്ങനെയല്ല അപ്സര അവിടെ നല്ലൊരു ഗെയിമറാണ്. ഇന്നലത്തെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇന്നലത്തിൽ തന്നെ ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് സംവാദങ്ങൾ ചെയ്യും. അതിൽ അഭിഷേകിൻ്റെ അടുത്തൊക്കെ നല്ല ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിച്ചത് അപ്സരയാണ്. അപ്സര നല്ലൊരു ഗെയിമറാണ്. നല്ലൊരു ഗെയിമറാണ്. കൂടാതെ മാരാറും പറഞ്ഞിട്ടുണ്ട് അപ്സരയ്ക്ക് നിങ്ങൾ എല്ലാവരും വോട്ട് ഇടണമെന്ന്. കാര്യം മാരാറൊക്കെ ആണെങ്കിൽ
ഈ അപ്സര ഭർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പം മാരാർക്കാണെങ്കിൽ പറയാം അപ്സരയ്ക്ക് നിങ്ങൾ ആരും വോട്ടിടില്ല, അവൾ എങ്ങനെ പുറത്താക്കണം. പക്ഷേ മാരാർ അങ്ങനെയല്ല പറഞ്ഞത്. മാരാർ നല്ലൊരു ഗെയിമറാണ്, ഗെയിമർ എന്ന് പറഞ്ഞില്ല, ഗെയിം കണ്ടിട്ടില്ല, അപ്സരയ്ക്ക് നിങ്ങൾ വോട്ടിടുക എന്നാണ് പറഞ്ഞത്. സോ ഗേസ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്സര നല്ലൊരു ഗെയിമറാണ്. അപ്സര 7ാം സ്ഥാനത്ത് എന്ന് വെച്ചാൽ വെരി ഡേഞ്ചർ സോണാണ്. നിങ്ങൾ വോട്ടിട്ട് കഴിഞ്ഞാൽ അപ്സര മുന്നോട്ട് കൊണ്ടുവരാം. ഞാൻ ഇത്ര തന്നെ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അപ്സര നല്ലൊരു ഗെയിമറാണ്. നല്ല ഗെയിം എന്ന് വെച്ചാൽ നല്ലൊരു ഗെയിം. സോ ഗേസ് ശനിയാഴ്ച ആയിട്ടുണ്ട് ഇന്ന്. എനിക്ക് തോന്നുന്നു ഈ ശനിയാഴ്ച വോട്ട് ക്ലോസ് ചെയ്യും, ഇല്ലല്ലോ, എനിക്ക് തോന്നുന്നു നാളെ മറ്റേന്ന് എന്തുണ്ടെന്നാണ്, അതാ ശനിയാഴ്ച കൊണ്ട് ക്ലോസ് ചെയ്താണെന്ന് അറിഞ്ഞില്ല. എന്താണ് ഞാൻ അറിഞ്ഞില്ല. വോട്ടിംഗ് ക്ലോസിങ് സംഭവം എന്നാണ് കൊടുത്തിരിക്കുന്നുണ്ട്. ഞാൻ എന്തോ ക്ലിയർ ആയിട്ടൊന്നും വായിച്ചില്ല. സോ ഗേസ് എന്തായാലും അപ്സരയ്ക്ക് വോട്ട് ഇടുക എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7, 6, 5 ഇത് മൂന്നിൻ്റെ വോട്ടിങ്ങിൻ്റെ താരതമ്യേന വ്യതിയാനം കുറവാണ്. മീൻസ് ഈ 7ാം സ്ഥാനം, 6ാം സ്ഥാനം, 5ാം സ്ഥാനം നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ ഇവരെ വോട്ടിങ്ങൊക്കെ ഒരു 10% 10 അല്ലെങ്കിൽ 10,000 5,000 അടുത്തടുത്തൊക്കെ ഉള്ളൂ. അപ്പം ഈ 7, 6, 5 ഇതിൻ്റെ അകത്ത് ആരെ വേണമെങ്കിലും ബി അണ്ണനെ പുറത്താക്കാം. മനസ്സിലായ? ഇപ്പം ഈ നല്ല ലീഡുണ്ടെങ്കിൽ മാത്രമേ അവരുടെ വ്യക്തി ഇപ്പം 5, 6, 7 1 ലക്ഷത്തിനൊക്കെ മുന്നിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഈ അപ്സര 7ാം സ്ഥാനം എന്ന് വിചാരിച്ചോ, അർജുൻ 5ാം സ്ഥാനം. പക്ഷേ ഇവരെയൊക്കെ വോട്ടിങ്ങൊക്കെ ഏതാണ്ട് ഒരുപോലെ, വേണമെങ്കിൽ അർജുനെ പുറത്താക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. കാര്യം ഇവർ തമ്മിൽ നല്ലൊരു വോട്ടിങ് വേണം. കാര്യം ജനങ്ങൾ അവരെ ഏറ്റെടുത്തെന്നുള്ളത് അവർക്ക് തോന്നിയാൽ മാത്രമേ നിർത്തുള്ളൂ. അല്ലാതെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് ഇവർ പുറത്താവും, എങ്ങനെ പോവുകയൊന്നുമില്ല. ഇത് അവർക്ക് നല്ല വോട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്താക്കുള്ളൂ. അതും കൂടെ ഞാൻ പറയുന്നുണ്ട്. സോ ഗേസ് അപ്സരയ്ക്കാണ് നിങ്ങൾ വോട്ടിട്ടെങ്കിൽ അപ്സര 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 എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ വോട്ടിടുക. അപ്സരയ്ക്കല്ല, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇടാനാണ്. കമൻറ്റ് ഇട്ടിട്ട് നീ കിടന്ന് അടി വിടും. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ എൻ്റെ ഒരു കമൻറ്റ് ബോക്സ് കിടന്ന് അടി വിടൊക്കെ എല്ലാം കൂടെ കിടന്നുകൊണ്ട്, നീ ആരാടാ, ഞാൻ അപ്സര ഫാൻസ്, നീ ആ മറ്റൊരു നീയൊക്കെ എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് കിടന്ന് കാടി കൂടാതെ ഇടേ നമ്മളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നമ്മൾ ഈ ഒരു സമയത്ത് അവർ സ്നേഹിക്കുന്നതാണ്. ഇത് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളെ ചിന്തിക്കാനേ പാടില്ല, അവരെ അത് തിരിഞ്ഞ് നോക്കാനേ പാടില്ല. കാര്യം അവരവരുടെ കാര്യങ്ങളാക്കി അവരായിട്ട് ഇതൊക്കെ തലയിൽ കയറ്റാനേ പോകില്ല. അതാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തലയിൽ കയറ്റാനേ പോകില്ല. ഇത് നമ്മൾ ഒരു ടി വി ഷോ അല്ലെങ്കിൽ ഒരു സീരിയൽ ഷോ കാണുന്നു, 100 ദിവസം കഴിഞ്ഞ് ടാറ്റ കൊടുക്കുന്നു, വിടുന്നു. അല്ലാതെ ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ആർമി ഫൈറ്റ് വെടിവെപ്പ് നിന്നെ ഞാൻ പുറത്തുവാടാ നീ എൻ്റെ കൊച്ചിനെ പറഞ്ഞാടാ, നീ ട്രോളുണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്യില്ലേ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ആളുടെ അടുത്തേക്ക് പോകാം. വേറെ ആരുമല്ല, ശ്രീധുവാണ്. 5,57,223 വോട്ടാണ്. ശ്രീധുവിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ നല്ലൊരു ഗെയിമറാണ് എന്ന് എനിക്ക് തോന്നുന്നുള്ളത്. ആദ്യ ദിവസം വന്നോട്ട് ഈ ദിവസം വരെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അർജുനും ശ്രീധു ഒരു കോംബോ ഇല്ലെങ്കിൽ പുള്ളിക്കാർക്ക് എപ്പോഴും പോകേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഗെയിം കളിക്കുന്നില്ല. എന്ത് ഗെയിമാണ് കളിച്ചത് ഈ പുള്ളിക്കാരിയുടെ എടുത്ത് പറയാമെന്നുള്ള ഒരു ഗെയിം നിങ്ങൾ പറ, ഒരു ഗെയിം പറ, അല്ലെങ്കിൽ എടുത്ത് പറയാമെന്നുള്ളൊരു വഴക്ക് പറ, അല്ലെങ്കിൽ എടുത്ത് പറയാമെന്നുള്ളൊരു നല്ലൊരു കണ്ടൻറ്റ് പറ. എന്ത് കണ്ടൻറ്റ്? ആകെ ഉള്ള കണ്ടൻറ്റ് ശ്രീധു അർജു, ഇതല്ലാതെ ഇവർ തമ്മിലൊരു കോംബോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശ്രീധു എന്ന വ്യക്തി ഒരു ജെന്യൂൻ പേഴ്സണാണ്, അത് ഞാൻ എപ്പോഴും പറയുന്നത്. കാര്യം ശ്രീധുവിന് ഇപ്പോൾ വേണമെങ്കിൽ എല്ലാവരെയും പോലെ അടി ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യുന്നില്ല. കാര്യം ഞാൻ അവരെ പ്ലസ്സും മൈനസും പറയാം. കാര്യം ഇപ്പോൾ ശ്രീധുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു എന്ന് വെച്ചാൽ എന്താ ശ്രീധുവിൻ്റെ വ്യൂവും അതൊക്കെ എല്ലാം ഒരു സമാധാനത്തിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കാം. ചിലപ്പോൾ അവസാന ദിവസമായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്, ഇനിയുള്ള ദിവസങ്ങളായിരിക്കും പൊട്ടിത്തെറിക്കാൻ പോകുന്നത്. ഇപ്പോഴൊക്കെ ഒരു ശാന്തമൂകതയായിരിക്കും, വെള്ളക്കൊടി കാണിച്ചിട്ട് പോകുന്നതായിരിക്കും. ഇനി അങ്ങോട്ടായിരിക്കും ശ്രീധു എന്നൊരു വ്യക്തിയുടെ ഒരു വലിയൊരു പൊട്ടിത്തെറി കാണാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കും ശ്രീധു ഇപ്പോഴൊക്കെ ഒരു കൊച്ചു പിള്ളേരെ പോലെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മീൻസ് ഒരു കാഷ്വൽ ടോക്കിലൊക്കെ പോകുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശ്രീധുവിനെ പിടിച്ചാൽ കിട്ടില്ലായിരിക്കാം, പറയാൻ പറ്റില്ല. കാര്യം ഇത്തരം ദിവസങ്ങളിൽ നോക്കുമ്പോൾ ശ്രീധു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്തരം ദിവസം ഒരേ ഗ്രാഫിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ശ്രീധുവിനെ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഞാനല്ല പറഞ്ഞത്, ശ്രീധുവിനെ പറഞ്ഞ് ഇന്നലെ ഞാൻ ഒരേ ഗ്രാഫിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ കുറച്ച് ഗ്രാഫ് പൊക്കിയിട്ടുണ്ട്, കുറച്ച് പൊങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് ഗ്രാഫ് പൊക്കുന്നുണ്ട് എന്ന് ഇന്നലെ ഒരു ഡിബേറ്റിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ പറഞ്ഞതല്ല. സോ ഗൈസ് ശ്രീധു ഫാമിലി എല്ലാവരും ലൈക്ക് ചെയ്യേണ്ട, ഷെയർ ചെയ്യണം, ശ്രീധുവിന് കമൻറ്റ് ഇടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ശ്രീധു 4ാം സ്ഥാനമാണെങ്കിൽ പോലും 7ാം സ്ഥാനത്തിൻ്റെ അടുത്താണ് ശ്രീധുവിൻ്റെ സ്ഥാനം. കാര്യം 5,57,203 വോട്ടാണ്. 7ാം സ്ഥാനവും ഓൾമോസ്റ്റ് 5 ലക്ഷം സംതിങ് ഉണ്ട്, 5 ലക്ഷത്തി സംതിങ് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈക്വലി പൊയ്ക്കൊണ്ടിരിക്കുക. ഏത് നിമിഷം വേണമെങ്കിൽ ഇവരെ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മാറാം. നമുക്ക് കണ്ടു തന്നെ അറിയാം എന്ത് സംഭവിക്കുമെന്ന്, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇനിയെങ്കിലും ശ്രീധു നല്ല രീതിയിൽ ശബ്ദം ഉയർത്തണം. കാര്യം നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശബ്ദം ഉയർത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളതിൽ ചിന്തിക്കാതെ പുറത്ത് പോയിട്ട് ചുമ്മാ ചിരിച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു പരിധിവരെ എല്ലാവർക്കും ക്യൂട്ട്നെസ് ഇഷ്ടപ്പെട്ടു. പിന്നെ വെറുതെ ഒരു ഗെയിം കളിക്കാതെ അതിൻ്റെ അകത്തൊരു പൊമ്മയെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗേസ് ശ്രീധു ഫാമിലി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശ്രീധുവിന് ഇനിയും വോട്ടിടണം. കാര്യം ശ്രീധു നല്ല ബാക്കിലോട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവരൊക്കെ ഈക്വലി പൊയ്ക്കൊണ്ടിരിക്കുക. ഏത് നിമിഷം വേണമെങ്കിൽ ഇവരൊക്കെ ഇറങ്ങി പോയേക്കാം. കാര്യം അങ്ങനത്തെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു ഗ്രാഫ് പോലെയാണ് പോകുന്നത്. ഇവരൊന്നും ഇന്നൊരാൾ മുന്നിലോ അങ്ങനെയൊന്നുമല്ല. ഇവരൊക്കെ ഈക്വലി പൊയ്ക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും പോകും, നിമിഷം.
സോ ഗൈസ് എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആൾക്കാർ എണ്ണം കുറയ്ക്കും. എണ്ണം കുറയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആൾക്കാർ കുറയണം. അപ്പോൾ ഞാൻ നേരെ 3-ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. അഭിഷേകാണ് 6,87,237 ഇതൊക്കെയാണ് ഒരു ലീഡിങ് എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുക, ശ്രീധുവിന് 4 ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയോളമാണ് അഭിഷേകിനുള്ളത്. അഭിഷേകിന് ഒരു കാരണവശാലും പുറത്താകാൻ പറ്റില്ല. അഭിഷേക് ഇന്ന് രാവിലെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അടുത്തടെ പോണ് എന്നൊക്കെയാണ് അഭിഷേക് പറയുന്നത്. ഇന്നലെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അഭിഷേകിന് എല്ലാവരും കൂടെ ഒരു അമ്പ് ചെയ്തിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അഭിഷേക് പറഞ്ഞതും കുറേ പോയിൻ്റൊക്കെ ഉണ്ട് അതിൽ, ഞാൻ അങ്ങനെ ചെയ്തില്ല. പക്ഷേ അഭിഷേക് പറഞ്ഞതിൽ എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ അതൊരു സത്യസന്ധത മാന്യത ഒന്നും വേണ്ട എങ്കിൽ പോലും ഈ പോയ ആളെ തിരിച്ചെടുത്തിട്ടിട്ട് അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടില്ല. ഗബ്രിയൊക്കെ പറയണൊക്കെ പോയ ആളെക്കുറിച്ചൊക്കെ പറയണമെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, അഭിഷേക് ശ്രദ്ധിക്കേണ്ട കാര്യം, അഭിഷേക് വൈറ്റ് കാർഡ് ഇൻ്റർവ്യൂ വന്നതാണ്. അപ്പോൾ അഭിഷേകിന് അറിയാം 30 ദിവസത്തിനുള്ളിൽ പുറത്ത് എന്താണ് നടന്നതെന്ന്. അപ്പോൾ അഭിഷേകിന് അറിയാം എവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അവർ ഡൗൺ ആവുമെന്ന്. അത് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ കൊള്ളാം. പിന്നെ അഭിഷേകിൻ്റെ ഗെയിമാണെങ്കിൽ അതും കൊള്ളാം. കാര്യം നമ്മളിതിൻ്റെ അകത്ത് സത്യസന്ധതയോ ന്യായമോ അല്ലെങ്കിൽ അവർ കരയോ ഇവർ കരയോ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇത് ഗെയിമാണ്. അവസാനം ഒരു കപ്പേ ഉള്ളൂ, അത് ജനങ്ങൾ വിധി എഴുതി കൊടുക്കും. അതാണ് കാണുന്നത്. കാര്യം ഇപ്പോഴത്തെ ഒരു 2 ആഴ്ച നോക്കണമെങ്കിൽ യാതൊരു തരത്തിലുള്ള ആക്റ്റീവോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു വെച്ചാൽ, അഭിഷേക് വന്ന സമയത്ത് ഒരു തീ ഉണ്ടായിരുന്നു. ആ തീ ഒരു വൈൽഡ് കാർഡ് ഇട്ട് കാണിച്ചപ്പോൾ ആ തീ അണഞ്ഞത് ചാരമായിപ്പോയി. ആ ഒരു തീ മഞ്ഞ കാർഡ് കാണിച്ചെങ്കിൽ പോലും പിന്നെയും ദിവസങ്ങൾ ആ തീ ആളി കത്തിയിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അഭിഷേക് 1-ാം സ്ഥാനം എത്തിയേനെ. അഭിഷേക് ആ വന്ന സമയത്ത് ഒരു തീ ഉണ്ടായിരുന്നു. ഇപ്പം അഭിഷേക് ഒരു തീ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്നലെ ഒരു ഡിബേറ്റിൽ മാത്രമാണ് അന്നത്തെ അഭിഷേക് ഇന്നൊരു തീ ഉണ്ടാക്കിയത്. ആ തീ ഉണ്ടാക്കിയത് പോയി ആളെയൊക്കെ പറഞ്ഞാൽ തീ ഉണ്ടാക്കിയത്. പിന്നെ ഇവിടെ ഉള്ളവരെ പറഞ്ഞ് എന്നാൽ എന്നുണ്ടെങ്കിൽ പോലും അഭിഷേക് എന്ന വ്യക്തിക്ക് ഒരു തീ അല്ലെങ്കിൽ ഒരു കാട്ടുതീ പടർത്തിയത് ഫസ്റ്റ് ദിവസമാണ്. പിന്നീട് ഇന്നലെയാണ് അഭിഷേക് ഒരു ചെറിയൊരു നല്ല രീതിയിലൊരു കംബാക്ക്, ഒരു പവർ പാക്ക് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള കംബാക്കോ പവർ പാക്കോ എനിക്ക് തോന്നിയിട്ടില്ല. സോ ഗൈസ്, അതാണ് ഞാൻ പറയണത്. അഭിഷേക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അഭിഷേകിന് പറ്റില്ല. അഭിഷേക് ഇന്നലെ നിന്നൊരു തീയുണ്ട്, ആ തീയിൽ തന്നെ പോയി കഴിഞ്ഞാൽ അഭിഷേക്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അഭിഷേക് 1-ാം സ്ഥാനമൊക്കെ. എൻ്റെ ഓർമ്മയിലല്ല, എൻ്റെ ഒരു ഗെയിം പ്ലാനാണെങ്കിൽ ഞാൻ ഇവിടുത്തെ വോട്ടിങ്ങിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അഭിഷേക് 1-ാം സ്ഥാനമൊക്കെ പോകും. കാര്യം ആ ഒരു തീയാണ് വേണ്ടത് ഇതിനകത്ത്. അഭിഷേക് ഉറങ്ങരുത്. അഭിഷേകിൻ്റെ ഫാൻസ് എല്ലാവരും വന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിഷേകിനാണോ നിങ്ങൾ വോട്ടിട്ടെന്ന് കൂടെ ചോദിക്കുന്നു. സോ ഗൈസ്, നമുക്ക് നേരെ അൻസിബ് അടുത്തേക്ക് പോകാം. അൻസിബ് 8-ാം സ്ഥാനമാണ്, 4 ലക്ഷം ഉണ്ട്. അൻസിബ് സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8, 7, 6 ഈ 3 വരെ വോട്ടിങ്ങൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആരെ വേണമെങ്കിലും പറഞ്ഞു വിടാം. 8 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്. ഈ 4 പേരുടെയും വോട്ടിങ്ങിന് വലിയ രീതിയിലുള്ള ഇപ്പോൾ 1 ലക്ഷത്തിന് വോട്ടിങ്ങോ നല്ല രീതിയിലുള്ള ലീഡിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇവരൊക്കെ എല്ലാം ഈക്വലി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ BB ആണെങ്കിൽ ആരെ വേണോ പുറത്താക്കാം. സോ ഗൈസ്, അൻസിബ ആണെങ്കിൽ ഇന്നലെ അൻസിബ ഒരു സംവാദത്തിൽ ഏർപ്പെട്ടത് ഇടിക്ക് അൻസിബ പറഞ്ഞതൊക്കെ കറക്റ്റ് സാധനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇന്നലെ ആ ഒരു ഗെയിം ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റിൽ ലാസ്റ്റ് ആയപ്പോൾ അവർക്ക് ഒരു ടിക്കറ്റ് ഫിനാൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ അൻസിബ പറയാണ്, ജാസ്മിന് പുറത്ത് വോട്ട് കിട്ടാൻ വേണ്ടി അവൾ വെള്ളക്കൊടി കാണിച്ച് അതല്ലെങ്കിൽ നന്മ മരം കളിച്ച്, ഇത് പലരുടെയും മനസ്സിൽ പോയതും എന്നാൽ പാവല്ലേ അങ്ങനെ പോയതൊക്കെയാണ്. ഇതൊക്കെ ചിലതൊക്കെ അൻസിബ പറഞ്ഞാൽ ശരി. അൻസിബയ്ക്ക് ഇതൊക്കെ എങ്ങനെ എന്തോ ധ്യാന ദൃഷ്ടി കൊണ്ടുവന്നുണ്ട്. ജടാകടാകടം ചടം ചിട എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന പോലെ അൻസിബ അതിൻ്റെ കത്തിരുന്ന് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും ഒന്ന് ശബ്ദം ചെയ്ത് പിന്നെ ശരി പിന്നെ മിണ്ടില്ല വാടെ എന്ന് പറഞ്ഞ് അൻസിബ പിന്മാറുന്നതാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഇന്നലെ കൊട്ടു വെച്ച് കൊടുത്തുള്ള നമ്മുടെ അപ്സര അടുത്ത് ഇന്നലെ കൊട്ടു വെച്ച് കൊടുത്ത തന്നെ അൻസിബ അങ്ങനെയല്ലോ. അപ്സര എന്ന് പറഞ്ഞപ്പോൾ തന്നെ അൻസിബ ശരി നീ എന്ത് അങ്ങനെ നീ പറഞ്ഞിട്ട് അൻസിബ അങ്ങോട്ടൊരു പ്രൊവോക്കിങ്ങിന് പോകണില്ല, അതാണ് പ്രശ്നം. അൻസിബ ഇന്നലെ പറഞ്ഞായിരുന്നു എനിക്കിപ്പോൾ ഗെയിം കളിക്കണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും ഗെയിം കളിക്കണമെങ്കിൽ എന്തെന്നറിയാമോ, അവർ പ്രൊവോക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് സംസാരിക്കണം. നമ്മൾ സംസാരിക്കരുത് കഴിഞ്ഞാൽ വല്ല നടക്കും. അൻസിബ ഒരാളെ ശബ്ദം അടച്ചിട്ടുണ്ട് അവിടുത്തെ. നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ആരെന്നറിയാമല്ലോ നിങ്ങൾക്ക്, നോറ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയുടെ എല്ലായിടത്തും നോറ കിടന്ന് ഇടപെടുന്നതാണ്. നോറ വെറും 3 ഡയലോഗ് കൊണ്ട് അൻസിബ ഉറക്കി. പിന്നെ നോറ മിണ്ടിയിട്ടില്ല. അതിനുശേഷം നോറ എന്ന വ്യക്തി തളർന്നു പോയി. കാര്യം ആ ഒരു വിക്ടിം കാർഡ് കാണിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും അത് ശരിയാണല്ലോ എന്നും പറഞ്ഞ്, കാര്യം അൻസിബയ്ക്ക് പോയിൻ്റായിട്ട് പറയാൻ അൻസിബ മിടിക്കുക. സോ ഗൈസ്, ഈ പുള്ളിക്കാരാണ് കഴിഞ്ഞ ആഴ്ച പോയത് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഞാനിത് മാറ്റാത്തതാണ്. ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ വെള്ളം ചേർത്ത് പാല് ചെയ്ത് വെള്ളം ചേർത്തത്. ഇതിൽ ഈ പുള്ളിക്കാർ പോകുമെന്ന് പറഞ്ഞപ്പോൾ 2-3 പേര് കമൻറ്റിട്ടൊക്കെയാണ് പോടാ ഈ പുള്ളിക്കാർ 7 അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോഴും മാറ്റാതെ ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എവിറ്റ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഞാനിത് മാറ്റിയേനെ.
ഈ പുള്ളിക്കാരി ഔട്ടാവെന്ന് പറഞ്ഞിട്ട് പോലും ഇവന്മാർ കേൾക്കാതെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് മെഴുകിയിട്ട് ഇവന്മാർ പറയുക അവർ റസ്മിൻ പോകുന്നില്ല, റസ്മിൻ ഏഴാം സ്ഥാനം ഏറ്റവും അവസാനം അൻസിബയ. ഇതൊക്കെ ചുമ്മാ എന്ന് ഞാൻ പറയണത്. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്പോട്ടിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. പിന്നെ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കൂടെ ലൈക്കും ചെയ്യുക, കാര്യങ്ങളും ചെയ്യുക. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവേണ്ടതാണ്. വേറെ വാക്കുകളൊന്നുമില്ല. പിന്നെ കൂടാതെ തന്നെ നമുക്ക് റസ്മിൻ പോയതിനു ശേഷം ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. റസ്മിൻ്റെ പുതിയ ഇൻ്റർവ്യൂ ഒന്നും വന്നിട്ടില്ലല്ലോ. റസ്മിൻ എവിടെ? എനിക്ക് കൊണ്ട് വീട്ടിൽ പോയിട്ട് നല്ല രീതിയിലൊന്ന് വിശകലനം ചെയ്യണമായിരിക്കും. എന്ത് പറയാം, എങ്ങനെ പറയാം, എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എവിടെ സംസാരിക്കാം. അതുകൊണ്ടായിരിക്കും എനിക്ക് കൊണ്ട് റസ്മിൻ യാതൊരു തരത്തിലും ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അതുപോലെയല്ല, ശരണി ഇറങ്ങിയ സമയത്ത് തന്നെ പിറ്റേ ദിവസം സിനിമയ്ക്ക് പോയി തിയേറ്ററിൽ പോയി നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത്. പക്ഷേ റസ്മിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നില്ല. റസ്മിൻ പോയിട്ട് തന്നെ കുറച്ച് ദിവസമായില്ല. സോ ഗൈസ്, ചിലപ്പം പേഴ്സണലി അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ലായിരിക്കും. ചിലപ്പം ചിലർ തന്നെ അവരെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സോ ഗൈസ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഇങ്ങനെയാണ് അങ്ങനെ പറയാം. നമുക്കതിൽ കാത്തിരിക്കാം. നിങ്ങൾ ആർക്കാണ് വോട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കൂട്ടത്തിൽ അരിക്കോമ്പൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. 2 ആഴ്ചയായിട്ട് അരിക്കോമ്പ് ഒന്നും മിണ്ടുന്നില്ല. അരി ഇട്ടാത്തതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. വേറെ ആരുമല്ല, ജിൻഡോ. 1,88,55,345 തൊട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോയ്ക്ക് എല്ലാവരും ഇന്നലെ ജയിൽ നോമിനേഷനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ 2 ആഴ്ചയായിട്ട് മിണ്ടുന്നില്ല. ഈ കാര്യം തന്നെയാണ് പ്രേക്ഷകരായ ഞങ്ങളും പറയുന്നത്. എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് പറ്റുന്നില്ല? 2 ആഴ്ചയായിട്ട് ജിൻഡോ മിണ്ടുന്നില്ല. അകത്തുള്ളവരും ജയിൽ നോമിനേഷൻ കൊടുത്തത് ജിൻഡപ്പനെയാണ്. ജിൻഡപ്പൻ മിണ്ടുന്നില്ല. നമുക്കും അതാണ് പ്രശ്നം. കാര്യം 50 ദിവസത്തോളം നല്ല രീതിയിൽ ആക്റ്റീവായ ഒരു പുള്ളിക്കാരൻ സകലമാന വള്ളി കേസും പിടിക്കും. വെറുതെ പോണ വള്ളിയും കയറി പിടിച്ച് നോറയ്ക്കെതിരെ ഇവിടെ വളിക്കേസ് കൊണ്ടുവന്നത് തൊപ്പിയാണ്. അപ്പോൾ നോറയ്ക്കെതിരെ അവിടെ ഒരു വളിക്കേസ് പോയത് ഇവൻ്റെയാണ്, ജിൻഡോയാണ്. ജിൻഡോ ചോദിച്ചപ്പോൾ തന്നെ ജിൻഡോ സ്പോട്ടിലൊക്കെ വളിയൊക്കെ വിട്ട്. അതിപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം കണ്ട കാര്യമാണ്. അത് ലൈവിലല്ല, ദൈവം കണ്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ്, അങ്ങനത്തെ എല്ലാം തരം താഴ്ന്ന കണ്ടൻറ്റ് തൊട്ട് തരം പൊക്കിയ കണ്ടൻറ്റ് വരെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ജിൻഡോയാണ്. എനിക്ക് തോന്നുന്നു ഈ 2 ആഴ്ചയായിട്ട് ജിൻഡോ എന്ന വ്യക്തി എന്താ പറയുക, ജാസ്മിൻ്റെ അടുത്ത് ഫൈറ്റിങ്ങിന് പോകാറില്ല. അപ്പം ജിൻഡോയ്ക്ക് കണ്ടൻറ്റ് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെയും ചില ന്യൂസ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ശരിയാണ്. കാര്യം ജിൻഡോ കൂടുതലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ്റെ അടുത്താണ്. അപ്പോൾ ജാസ്മിൻ ജിൻഡോ ആയിട്ട് അങ്ങനെ ഒരു കോംബോ ഇല്ല. കാര്യം ഇവർ തമ്മിൽ ഒന്നിച്ച് പോകണതുകൊണ്ട് ജിൻഡോയ്ക്ക് കണ്ടൻറ്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഇടയ്ക്ക് വെച്ച് സിജോ പറഞ്ഞ് ഏറ്റവും തരത്താഴ്ന്ന കണ്ടൻറ്റ് മാത്രം കൊണ്ട്, അപ്പോഴൊന്നും ഏറ്റവും തരം താഴ്ന്ന കണ്ടൻറ്റ്, ഏറ്റവും വൃത്തികെട്ട കണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നോറ ചിരിക്കുന്നുണ്ട്. ജിൻഡോ അപ്പോഴും മിണ്ടുന്നില്ല. ജിൻഡോ മിണ്ടയ്ക്കാൻ വേണ്ടിയാണ് സിജോ ഒരു ഗെയിം ഒരു ഇങ്ങനെ പറയുന്നത്. പക്ഷേ ജിൻഡോ മിണ്ടുന്നില്ല. എന്ത് പറ്റി? എൻ്റെ കൊച്ചിന് എന്ത് പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എൻ്റെ ജിൻഡോയ്ക്ക്. സുഖേഷ്, ജിൻഡോ ആണ് ഇപ്പോൾ ഫസ്റ്റിൽ. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജിൻഡോ 1ാം സ്ഥാനത്ത് നിന്ന് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം 70 ദിവസമായിട്ട് 2 ആഴ്ചയായിട്ട് ഒന്നും മിണ്ടുന്നില്ല. എനിക്കൊണ്ട് അടുത്തൊരു പോളിംഗ് വരുമ്പോൾ മിക്കവാറും ജിൻഡോ എന്ന വ്യക്തിയുടെ വോട്ടിങ്ങൊക്കെ മറിയുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത്, ജിൻഡോ ഫാൻസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ജിൻഡോയ്ക്ക് വോട്ടിടുക. ജിൻഡോയെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക. ജിൻഡോ എന്ന വ്യക്തിയുടെ എനിക്കൊണ്ട് ജിൻഡോ തിരിച്ചു വരും. ഒരു കാട്ടു തീയായി തന്നെ ജിൻഡോ വരും. സിജോയുടെ വാക്ക് ഞാൻ എടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ജിൻഡോ എന്നൊരു വ്യക്തി ഒരു കാട്ടു തീയായിട്ട് വന്നിരിക്കും. കാര്യം 70 ദിവസത്തിൽ കൂടുതൽ എന്തൊക്കെയാണോ ജിൻഡോ ചെയ്തത് അതിനെക്കാട്ടി അപ്പുറമായിട്ട് ജിൻഡോ പൂർവാധീന ശക്തിയോട് തിരിച്ച് വരട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു. കാര്യം ജിൻഡോ ഫാൻസ് എല്ലാവരും വരുന്ന കമൻറ്റ് ഇടേണ്ടതാണ്. ജിൻഡോ എന്ന വ്യക്തി ഇനി വരണം. ജിൻഡോയുടെ ഭരണമാണ് ഇനി വേണ്ടത്. ജിൻഡോ ഒരു തീയാണ്. ജിൻഡോ വെറും തീയല്ല, ജിൻഡോ ഒരു കാട്ടു തീയാണ്. സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ജിൻഡോ വരട്ടെ. ജിൻഡോ വന്നുകൊണ്ടിരിക്കട്ടെ. ജിൻഡോയുടെ പല ഗെയിമുകൾ നമ്മൾ കാണട്ടെ. ജിൻഡോ കപ്പടിക്കട്ടെ. സോ ഗൈസ്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിലേക്ക് നിർത്തുകയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ എൻ്റെ ചാനലിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ശുഭദിനം. നല്ലത് ചിന്തിക്കും, നല്ലത് മാത്രം ചിന്തിക്കും. സോ ഗൈസ്, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് വോട്ടിങ്ങിൻ്റെ ചിലപ്പം ചില അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. കൂടാതെ എനിക്കും ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പം ഡ്യൂട്ടിക്കിടയിൽ മാറി നിന്നിട്ടാണ് ഈ വോട്ടിങ് കിട്ടിയപ്പോൾ ഞാൻ സംഭവം ചെയ്തത്. നിങ്ങൾ എനിക്ക് എന്തൊരു ഡ്യൂട്ടി എന്നല്ല പറയൂല. സോ ഗൈസ്, ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും കേട്ടത് നിങ്ങൾ 1x, 2x, 3x, 4x എങ്ങനെ വേണം കേൾക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് നോർമലിലാണ്. അത് നോർമലിൽ കേട്ട് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കണം മക്കളെ. കേട്ട് നോക്ക്. അങ്ങനെ മൈൻഡ് മാറ്റിയിട്ട് നിങ്ങൾ ആർക്കാണ് വോട്ടിടേണ്ടത് അവർക്ക് വേണ്ടി വോട്ടിടാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ വോട്ടിട്ടിട്ട് നിങ്ങളൊരു വോട്ട് പാഴാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. വിട തരൂ. സോ ഗൈസ്, കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ആളിയെ മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ടക്കേ 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 എന്ന് വരും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ പോണടാവ് ഒരൊറ്റ നോട്ടിഫിക്കേഷൻ വരും. ഉള്ള കാര്യം പറയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എനിക്ക് സജഷനും പോലെ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും നിങ്ങൾ കേൾക്കൂടെ, എന്തൊരു പാടാ എന്താ. എന്തായാലും 3x 4x അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ സ്പീഡ്, അങ്ങനെ സ്പീഡൊക്കെ ഇട്ടിട്ട് കയറ്റി അങ്ങനെ കണ്ടോടാ. കാര്യം നിങ്ങളുടെ സമയം നിങ്ങളാണ് നോക്കേണ്ടത്, എൻ്റെ സമയം ഞാനാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അരമണിക്കൂർ കളഞ്ഞെന്നല്ല, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും ഞാൻ. കാര്യം എനിക്ക് പൈസ ഒരു വിഷയമല്ല. കാര്യം എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അങ്ങനെ ചെയ്യില്ല. കാര്യം ന്യായത്തിൻ്റെ വകയിൽ വെള്ളക്കൂടി മാത്രം കളിക്കുന്ന സത്യസന്ധമായി നടത്തുന്നൊരു ഒരു നല്ല ബ്ലച്ചോക്ക് ചാനലാണെന്ന് ഞാൻ എൻ്റെ ചാനലിനെ തന്നെ പറയുകയാണ്. സോ ഗൈസ്, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരും, ഞാൻ അത്രയ്ക്ക് തളർന്നു പോയി. സോ ഗൈസ്, ഞാൻ അപ്പോൾ പോകുന്നു. ബൈ ബൈ, ഇവിടെ തരുവിൻ. സോ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. സോ എൻ്റെ സൈനിങ് ഓഫ്, ആകാശ്, AR ആകാശ്. വൂ.